ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ചക്ക കൊണ്ടൊരു കുമ്പിളട ഉണ്ടാക്കാം. അതിനാവശ്യമായ ചേരുവകൾ: ചക്കപ്പഴം, ശർക്കരപ്പാനി, ഗോതമ്പ് പൊടി, അരിപ്പൊടി, തേങ്ങാക്കൊത്ത്, ഏലക്കായും ജീരകവും പൊടിച്ചത്. നമുക്കിതെല്ലാം ഒന്ന് കുഴച്ച് വെച്ച ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കാൻ തുടങ്ങാം. കുഴച്ചെടുത്തേ. ഇനി നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കുമ്പിളട ഉണ്ടാക്കാൻ തുടങ്ങാം. അതുവരെ മൂടി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കത് റെഡിയായി നോക്കാം. ഇത് അടുത്തിരിക്കുന്നത് വഴണയിലയാണ്. ഇത് കുറേ നാൾ മുമ്പ് എനിക്ക് കിട്ടിയതാണ്. ഞാനത് ഉണക്കി ഫ്രീസറിൽ വെച്ചിരുന്നു. അതിപ്പം ചൂടുവെള്ളത്തിലെടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്താണ്. അങ്ങനെ വെച്ചാൽ കുറേ നാളിരിക്കും. ഇനി നമുക്ക് ഓരോന്ന് വീതം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു വഴണയില ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുമ്പിള് പോണക്ക് കൂട്ടണം. കൂട്ടിയിട്ട് സ്വല്പം മാവെടുത്ത് അതിൻ്റെ നടുക്കോട്ട് വെക്കണം. വെച്ചിട്ട് ഇങ്ങനെ മടക്കി സ്റ്റീമറിനകത്ത് വെക്കണം. സ്റ്റീമറോ അപ്പച്ചമ്പോ എന്തെങ്കിലും മടക്കി. അടുത്തത് ഇതുപോലെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക, അടയ്ക്കുക. സ്റ്റീമറിനകത്തോട്ട് വെക്കുക. അടുത്തത് അതുപോലെ തന്നെ എടുക്കുക, ഇങ്ങനെ കുമ്പിള് കൂട്ടി വെക്കുക. ഇതെടുത്ത് അകത്തോട്ട് വെക്കുക. എല്ലാം ഇതുപോണക്ക് ഇങ്ങനെ നിറച്ച് വെക്കണം വഴണയിലക്കകത്ത്. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് വേവിക്കണമേ. ഇപ്പം കുമ്പിളട റെഡിയാവും. ഈ വഴണയിലക്കകത്ത് ഉണ്ടാക്കിയിട്ട് തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം തിന്നണം. അപ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും എല്ലാം. ഇനി ഒരു 20 മിനിറ്റ് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. 20 minutes later. കുമ്പിളട വെന്തോ എന്ന് നോക്കാവേ. സംഭവം വെന്തിട്ടുണ്ട്. ഇനി ഇത് നാറിയ ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ നമ്മുടെ ഈ കോട്ടയത്ത് കുമ്പിളട, കുമ്പിളപ്പം അങ്ങനെയൊക്കെ പറയുവേ. വേറെ ഇവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. നമുക്കിത് ആറി കഴിയുമ്പോൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കുമ്പിളട റെഡിയായി. ചൂടാറിയ നമുക്കിതിന് പൊളിച്ചു നോക്കാം. ഒറ്റക്കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കണം. അങ്ങനെ നമ്മുടെ കുമ്പിളട റെഡി.